അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മോടൊപ്പം ഇന്നുള്ളത് 10 വർഷത്തോളം കുരുവട്ടൂരികൾക്ക് വേണ്ടി വിടുവേല ചെയ്ത, എന്തും ചെയ്യാൻ യാതൊരു മടിയുമില്ലാതെ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്താണോ നിർദ്ദേശിക്കുന്നത് അതപ്പടി പകർത്തുന്ന ഒരാളായിരുന്നു. പേരൂർ ഉസ്താദ്, പൊന്മൾ ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ കട്ടുമുറിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ആ ഉസ്താദുമാരെ ജനമധ്യത്തിൽ താറടിക്കാൻ 10 വർഷത്തോളം എല്ലാവിധ കുതന്ത്രങ്ങളും പയറ്റിയ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട മുബശ്ശിർ സഖാഫി ഉസ്താദാണ്. അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഉസ്താദെ, നിങ്ങൾ ഒരുപാട് കാലം കുരുവട്ടൂരിസത്തിൽ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും ക്ലിപ്പ് കട്ടുമുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രാജിയാവുകയും സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കുരുവട്ടൂരിസത്തിൽ താങ്കൾക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. ST മീഡിയ അടക്കമുള്ള ചാനലുകൾ അത് കൊടുത്തതുമാണ്. താങ്കളുടെ ഈ അനുഭവം പങ്കുവെക്കലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നൗഷാദ് കുരുവട്ടൂരി പറഞ്ഞത്, താങ്കളടക്കമുള്ള കുരുവട്ടൂരിസത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ യോഗം ചേർന്നുകൊണ്ട് കുരുവട്ടൂരികളെ കുറിച്ച്, കോമാട്ടുചാലിൽ അബ്ദുള്ളയെ കുറിച്ച് ഓരോ കഥകൾ ക്രിയേറ്റ് ചെയ്യുകയും ഇന്നയാള് ഇന്നത് പറയണം, ഇന്നയാള് ഇന്നത് പറയണം എന്ന് ആ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുകയും അതനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന രൂപത്തിലാണ് നൗഷാദ് സംസാരിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ഉസ്താദിന് എന്ത് പറയാനുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് മുബശ്ശിർ സഖാഫിയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം കടലുണ്ടിയിൽ വെച്ച് നൗഷാദ് 1-2 കളവുകൾ 2.5 മിനിറ്റുള്ള ക്ലിപ്പാണ് എനിക്ക് കിട്ടിയത്. അതിൽ കളവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. അനുഭവങ്ങൾ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് കൂടിയിട്ടാണെന്നാണ് ഒന്ന്. ഇതുവരെ എവിടെയും ഞങ്ങളാരും മീറ്റിംഗ് കൂടിയിട്ടില്ല, ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ കടമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കൂടാരത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഉസ്താദ് കുരുവട്ടൂരി കൂടാരത്തിലേക്ക് പോയത്? ആ കാലഘട്ടം എന്ന് പറയാമോ? അതെല്ലാവരും അംഗീകരിക്കുന്ന സമയത്തായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടെടുക്കുന്നത് ധാരിപ്പിക്കുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്തപ്പോൾ ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ള കാരണം ഒന്ന് ഉസ്താദ് വിശദീകരിക്കാവോ? രക്ഷപ്പെടാനുള്ള കാരണങ്ങളൊക്കെ എൻ്റെ വോയിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ പിന്നീട് അത് വിവരിക്കുകയും ചെയ്യാം. മറ്റൊരു ചോദ്യം ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഉസ്താദ് കുരുവട്ടൂരിസത്തിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ആരും കേട്ടാൽ തരിച്ചു നിന്ന് പോകുന്ന, ഒരു ഷെയ്ഖിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഉസ്താദ് പറഞ്ഞത്. അത് പറഞ്ഞതുകൊണ്ട് ഉസ്താദിന് മാനസികമായോ ശാരീരികമായോ വല്ല പ്രയാസങ്ങളോ എന്തെങ്കിലും ദുരനുഭവങ്ങളോ കുരുവട്ടൂരികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ശാരീരികമായി ആക്രമിക്കുക അല്ലെങ്കിൽ മാനസികമായി ആക്രമിക്കുക, അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പം അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പോഴും അതിൻ്റെ പ്രചാരകരായിട്ട് ഉണ്ട്, തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട്, പലരെയും പറ്റിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെതിരെ ഞങ്ങൾ വോയിസ് അയക്കുന്നത്. അനുഭവസ്ഥരായ ഞാൻ എന്ത് ചെയ്യുന്നു, വോയിസ് അയച്ചത്. കാരണം അൽഹംദുലില്ലാ പല സാധാരണക്കാരും എൻ്റെ വോയിസ് കേട്ട് എൻ്റെ PM വന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അതിൽ നിന്ന് പോന്നിട്ടുണ്ട്. പണ്ട് നിങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പൊരുത്തപ്പെട്ട് തരണമെന്ന് PM അറിയിച്ചിട്ടുണ്ട്. അത് നമ്മൾ ST മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാ, സന്തോഷം. അപ്പോൾ ഇനിയും കുറച്ച് ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ സംഗതിയാണ്. ജനങ്ങളെ പിയപ്പിക്കുന്നതും അതുപോലെ തന്നെ അവരെ വഴികേടിലാക്കുന്നതും കാണുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സത്യം വിളിച്ചു വരണം.
അതുകൊണ്ട് പല വിഷമങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് എൻ്റെ വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും ഫേസ്ബുക്കിൽ പല രൂപത്തിലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിഷയമല്ല. അത് ഇവിടെ പറഞ്ഞ സത്യം വിളിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ എന്തായിട്ടുണ്ട്, സമൂഹത്തിൽ താറടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു തആലയാണതൊക്കെ. ഇനിയിപ്പോൾ എത്ര താറടിച്ചാലും ഇസ്സത്ത് കൊടുക്കുന്നവൻ പടച്ച റബ്ബാണ്. പടച്ച റബ്ബിൻ്റെ ദീന് പറയുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ്. അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. അതിന് ഭീഷണിയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തോ പറഞ്ഞെന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ടിയില്ല. അത് പണ്ട് മുതലേ അങ്ങനെയുള്ളതാണ്. ഉസ്താദിനെ കുറിച്ച് ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഉസ്താദ് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് സാവിയത്ത് സൂഫിയുടെ വൈസ് ചെയർമാനായിരുന്നു ഉസ്താദ് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉസ്താദ് സാവിയത്ത് സൂഫിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നില്ല. അത് ഉസ്താദ് പറഞ്ഞത് കള്ളമാണെന്നാണ് കുരുവട്ടൂരി നൗഷാദ് കടലുണ്ടി പ്രഭാഷണത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് അതിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്നോ? ഞാനത് പറഞ്ഞില്ല. ഞാൻ ഇക്മത്ത് സുന്നിയയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു. അത് പഴയ മെൻസൊക്കെ പരിശോധിച്ചാൽ അറിയാം. അത് പ്രഥമ യോഗം കൂടിയത് ചിറ്റടി മീത്തൽ തറവാടിൻ്റെ ആ ഒരു കോലായിൽ വെച്ചിട്ടാണ്. അതിൽ ചെറിയ പുസ്തകമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പല ആളുകളുണ്ട്. അതിൽ വെച്ചിട്ടാണ് ചെയർമാനായിട്ട് അരീബാഫി തങ്ങളെയും വൈസ് ചെയർമാനായിട്ട് എന്നെയും സെക്രട്ടറിയായിട്ട് ചെറിയ പിസ്താനെയും വർക്കിംഗ് സെക്രട്ടറിയായിട്ട് ബഷീർ മാഷയെയും തിരഞ്ഞെടുത്തത്. ബഷീർ മാഷ് മരണപ്പെട്ടു, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വീഡിയോയിൽ ലവിൻ്റെ വോയിസിൽ ഞാൻ പറയും. അങ്ങനെ പല ആൾക്കാർക്കും എന്തായിരുന്നത് പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അപ്പോൾ ഏതായാലും അതിൻ്റെ വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു. പഴയ മിനിറ്റ്സ് പരിശോധിച്ചാൽ അറിയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ജാവിയരോടെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഇപ്പൊ കുരുവട്ടൂരി നിലനിൽപ്പ് തന്നെ നൗഷാദ് കുരുവട്ടൂരി കാരണമാണല്ലോ. നൗഷാദ് കുരുവട്ടൂരി അതിൽ നിന്ന് പിരിഞ്ഞു പോന്നാൽ കുരുവട്ടൂരിസത്തിന്റെ അധപ്പതനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുരുവട്ടൂരി നൗഷാദ് അവന്റെ പ്രഭാഷണത്തിലൊക്കെ നാം കാണുന്നത് നിരന്തരമായി കളവ് പറയുക, പണ്ഡിതന്മാരെ ചീത്ത പറയുക. ഇതാണ് അവന്റെ പ്രധാനപ്പെട്ട ഹോബി. ഇത് ഉസ്താദും കേൾക്കുന്നതാണല്ലോ. ഈ ഹോബി പതിവാക്കിയ നൗഷാദിന് ഉസ്താദിന് വല്ല ഉപദേശവും നൽകാറുണ്ടോ? മറ്റൊന്ന് പറഞ്ഞാൽ എന്താ, അനുഭവം പണ്ടും റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ ആൾക്കാരൊക്കെ മുനാഫിക്കായിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാരണവശാലും എനിക്ക് വളരെ വിനയത്തോടുകൂടി നൗഷാദിനോടും ടീമിനോട് പറയാറുള്ളത്, റസൂലുള്ളാഹിന്റെ പേര് നിങ്ങൾ പറയരുത്, പറയാൻ അർഹതല്ല. റസൂലുള്ളാഹിന്റെ ചരിത്രവും നിങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധിപ്പിക്കരുത്, അതിലേക്ക് നിസ്ബ ചെയ്യാനേ പാടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അഹ്ലു ബൈത്തിന് ചീത്ത പറയാനുള്ള പെർമിഷൻ ആർക്കും കൊടുത്തില്ല. കുല്ലാസുലുക്കും ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. മവദ്ദത്താണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുപോലെ റസൂൽ പറഞ്ഞാൽ എന്താ, അഹ്ലു ബൈത്തും അതുപോലെ വിശുദ്ധ ഖുർആനും എൻ്റെ തിരുസുന്നത്തൊക്കെ ഇവിടെ എത്തിച്ചു പോയിരിക്കുന്നത് നിങ്ങൾ സന്മാർഗം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ആളുകളെയൊക്കെ വളരെ മോശമായി കാട്ടാളെന്നും അതുപോലെ തന്നെ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് നമുക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കളവ് പ്രചരിപ്പിച്ച് അവർ വിചാരിക്കുന്നത് ഇതൊക്കെ സമൂഹം ഏറ്റെടുക്കുന്ന. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത്, വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങൾ സമൂഹത്തിൽ വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് പറ്റിക്കാണ്. പല ആളുകളും നിങ്ങളെ മൈക്കുകളായിട്ടും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ സ്വൈര്യ ജീവിതവും മറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ പെട്ടുപോകണ്ട. അതുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിച്ച് പറയാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ വിലപ്പെട്ട ഇത്രയും സമയം ST മീഡിയക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയേറെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും
ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.